ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആപ്പാണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. MX പ്ലെയർ എന്ന് പറഞ്ഞാൽ വീഡിയോ, ഓഡിയോ, മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് MX പ്ലെയർ എന്ന് പറഞ്ഞത്. നമുക്കിത് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പിൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും, ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ മെയിനായിട്ട് ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ആണിത്. ഈ ഒരു രീതിയിൽ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഫോൾഡറായിട്ട് വരുന്നതാണ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഫോൾഡർ അനുസരിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ലോക്കൽ മ്യൂസിക്, ട്രാൻസ്ഫർ മീ, അങ്ങനെ 4 ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ എല്ലാ വീഡിയോസും, വാട്സാപ്പ് വീഡിയോ, ടെലഗ്രാം വീഡിയോ, ക്വിക്ക് ഷെയർ, അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ഫോൾഡറായിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യത്തെ ഓപ്ഷൻ മൈ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇവിടെ പ്ലേലിസ്റ്റ് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല, കാരണം നമ്മൾക്കൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ മുകളിലുള്ള ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാം. നമുക്കതിന് പ്രത്യേകിച്ച് കാര്യങ്ങളെല്ലാം അവിടെ ഒരു പേരെല്ലാം കൊടുത്തിട്ട് നമുക്ക് മൈ ഫേവറേറ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് നമുക്ക് ഈ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാൽ മതി. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വർക്ക് റിലേറ്റഡായിട്ട് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് വീഡിയോ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ കൊടുത്തിരിക്കുന്ന പേജിലേക്കുള്ള പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫേവറേറ്റിലേക്ക് ആ ഒരു വീഡിയോ ആഡായി വരും. ആ ഒരു ഫോൾഡറിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ആ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇപ്പോൾ ആ ഒരു വീഡിയോ പ്ലേലിസ്റ്റിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമതായി നമുക്ക് വരുന്ന ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് പ്ലെയർ എന്ന് പറഞ്ഞ ലിങ്കാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ MP3, MP4 അതേപോലെ തന്നെ ഓഡിയോ ക്ലിപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിൽ വേണമെന്നാണ് ആലോചിക്കുന്നത്. ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോണിലുള്ള ഫോണിലുള്ള ഓഡിയോ ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന MP3 സോങ് ആണ്, അതിവിടെ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പാട്ടിനകത്ത് പ്ലേ ചെയ്യുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നതാണത്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ മ്യൂസിക്കും പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് സേവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫോണിൽ വരുന്ന സ്റ്റാറ്റസൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. മെയിനായത് വാട്സാപ്പ് ബിസിനസ് നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ രണ്ടെണ്ണം കാണിക്കുന്നത്. അത് ജസ്റ്റ് വാട്സാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഡൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അല്ലേ, അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാച്ച് സ്റ്റാറ്റസ് വീഡിയോസ് ഓൺ വാട്സാപ്പ് ഫോർ ദം ടു അപ്പിയർ ഹിയർ. അപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ അപ്പിയർ ആവും. അത് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വാട്സാപ്പിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് അപ്ഡേറ്റ്സ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഈ ഒരു MX പ്ലെയറിലേക്ക് അവിടെ സേവ് ആവും. നമുക്ക് അതിനുശേഷം പിന്നീട് ഇത് സ്റ്റാറ്റസിൽ പോയി നോക്കിയാൽ, ഈ ഒരു ഓപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതിപ്പോൾ നമുക്ക് ഡേറ്റ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഡൗൺലോഡ് ആവാത്തത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് ഇവിടെ സേവ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇവിടെ ഈ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഇവിടെ ഒരു ഫയൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫയൽ ട്രാൻസ്ഫർ അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സെൻഡ് റിസീവ്, നമുക്ക് ഈ ഒരു MX പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ വൈഫൈ ഷെയറൊക്കെ ബ്ലൂടൂത്തൊക്കെ ഉപയോഗിച്ച് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഡേറ്റാസ് വേറെ ഫോണിലേക്ക്, ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന MX പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വേറൊരു ഫോണിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിൽ വീഡിയോസ് മാത്രമല്ല, എല്ലാ ഫയലുകളും, നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ്, മ്യൂസിക്, അതുപോലെ തന്നെ ഫോട്ടോസ്, ഓഡിയോ, വീഡിയോ, കംപ്ലീറ്റ് ഫയൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫയൽ കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഷെയർ ചെയ്ത് വേറൊരു ഫോണിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു മുകളിൽ കാണിച്ചിരിക്കുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓൾ ഫയൽസ് ഉണ്ട്. ഓൾ ഫയൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് കംപ്ലീറ്റ് ഡേറ്റാസ് നമുക്ക് ഈ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് നമുക്കിവിടെ ഫോൾഡറായിട്ട് വരുന്ന കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഷെയർ നൗ എന്നാണ് ബട്ടൺ അമർത്തുവാണെങ്കിൽ ഇവിടെ നമ്മളെ ലൊക്കേഷൻ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, മൊബൈലിൻ്റെ വൈഫൈ, WLAN എല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കണം. അതെല്ലാം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ആ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക. പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു QR കോഡ് സ്കാനർ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഏത് ഫോണിലാണ് ഷെയർ ചെയ്യേണ്ടത് ആ ഫോൺ എടുത്തതിന് ശേഷം നമ്മൾ അതിൽ ഈ ഒരു QR കോഡ് അവിടെ വരും. അത് ഇതിനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ ഫയൽ അതിലേക്ക് മൂവ് ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ഇവിടെ ഷെയർ വിത്ത് എന്ന് പറഞ്ഞ താഴെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ജിയോ, iOS, ഷെയറിങ് ഫയൽസ് ത്രൂ വെബ് ബ്രൗസർ, നോ ഡേറ്റ യൂസേജ്, അതുപോലെ നോ ആപ്പ് ഇൻസ്റ്റാൾ. നമുക്ക് നെറ്റില്ലാണ്ടും അതുപോലെ തന്നെ ആപ്പ് വേറെ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാണ്ടും ഈ ഒരു നമുക്ക് വെറും MX പ്ലെയർ മാത്രം ഉപയോഗിച്ച് നമ്മുടെ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഹിസ്റ്ററി പോവുകയാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്ത, റിസീവ് ചെയ്ത് സെൻഡ് കൊടുത്ത ഡേറ്റകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഒരു URL സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നെറ്റ്വർക്ക് സ്ട്രീം, എൻ്റർ ദ URL. ഇപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇവിടെ നമുക്ക് ആ ഒരു ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഇവിടെ പോയി ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നെയിം, സെർവർ പാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെറ്റ്വർക്ക്സിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഫയൽ മാനേജറിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് സ്റ്റോറേജ്, അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി കാർഡ്, കംപ്ലീറ്റ് കാര്യങ്ങൾ, വീഡിയോ, മ്യൂസിക്, ഇമേജ്, അങ്ങനെയുള്ള ഡേറ്റയിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നതാണ്. അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഡേറ്റാസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൾഡറിൽ പോയി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നീട് നമുക്കിവിടെ വരുന്നത് നെറ്റ്വർക്ക്സ് നമ്മൾ ഓൾറെഡി നോക്കി. പിന്നീട് വരുന്നത് പ്രൈവസിയാണ്. പ്രൈവസി ഫോൾഡറിലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ ലോക്ക് ചെയ്ത് വെക്കണം, കുറച്ചുകൂടി പ്രൈവസി ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫയൽ സെലക്ട് ചെയ്യാം. അപ്പോൾ പ്രൈവസി ഫോൾഡർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ പ്രൈവസി എന്ന് പറഞ്ഞാൽ ആ ഒരു ലോക്കിൻ്റെ പടം കാണിക്കുന്നുണ്ടല്ലോ, അത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. പിന്നീട് നമുക്കിവിടെ റീസൈക്കിൾ ബിൻ ഉണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത് ആ ഒരു ഡേറ്റാസ് 30 ദിവസം വരെ നമുക്കിവിടെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫയൽ വിൽ ബി സ്റ്റോർഡ് റീസൈക്കിൾ ബിൻ 30 days ബിഫോർ ബീയിങ് പെർമനൻ്റ്ലി ഡിലീറ്റഡ് ഫ്രം ദ ഡിവൈസ്. പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാതെ നമ്മുടെ ഗാലറിയിൽ നിന്ന് മാത്രമേ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ ആ ഒരു റീസൈക്കിൾ ബിന്നിൽ വരുന്ന ഫയലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 30 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. പ്രൈവസി ഫോൾഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ വരുന്ന ക്ലൗഡ് ഡ്രൈവാണ്. അത് കൊടുത്താൽ നമുക്കിവിടെ ആഡ് ക്ലൗഡ് ഡ്രൈവ് എന്ന ഓപ്ഷൻ ഉണ്ട്. എന്നാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ തന്നെ ഡ്രൈവുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് ഉണ്ടല്ലോ, ആ ഡേറ്റാസ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആഡ് ക്ലൗഡ് ഡ്രൈവ് എന്ന ഓപ്ഷൻ കൊടുത്താൽ ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ്, ഗൂഗിൾ ഡ്രൈവിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്ന ആപ്പ് തീമാണ് കേട്ടോ. ആപ്പ് തീമിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ കളർ ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നെറ്റ് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്, അപ്പോഴാണ് അത് വർക്ക് ചെയ്യുള്ളൂ. എൻ്റെ ഡേറ്റ ഇവിടെ ഓഫ് ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വരുന്നത്. നമ്മൾ ഏത് കളറാണ് ആ കളർ തീം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കതിന് ഡാർക്ക് തീം വരുന്നുണ്ട്. ഇപ്പോൾ നൈറ്റൊക്കെ നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ണിലേക്ക് അധികം പ്രകാശം വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഡാർക്കായിട്ടുള്ള തീമുകളും കളറുകളൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഈ തീമിൻ്റെ ഓപ്ഷനകത്ത് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഓൾ എന്ന് പറഞ്ഞ ഒരു ബട്ടണുണ്ട്. ഓൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റാസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ സെർച്ച് ചെയ്യാനുള്ള ബട്ടണുണ്ട്. സെർച്ച് കൊടുത്തിട്ട് ഒരു സ്പെസിഫിക് വീഡിയോ നമ്മളിപ്പോൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫയൽ നമുക്കിവിടെ പെട്ടെന്ന് സിമ്പിളി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമുക്കിവിടെ വ്യൂ മോഡ്, ഓൾ ഫോൾഡർ ഉണ്ട്, ഫയലുണ്ട്, ഫോൾഡർ ഉണ്ട്. നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ ഫോൾഡർ വ്യൂ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ലേ ഔട്ട് ലിസ്റ്റായിട്ട് വേണം, ഗ്രിഡായിട്ട് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ സോർട്ട് ചെയ്യാം, നമുക്ക് A to Z വേണം, അതെങ്ങനെയാണ് നിങ്ങളുടെ ഫയൽ നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ ഡേറ്റ്, കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. റെസൊല്യൂഷൻ, പാത്ത്, ഫ്രെയിം റേറ്റ്, ടൈപ്പ്.
നമുക്ക് ഇഷ്ടമുള്ള സെറ്റിങ്സിനനുസരിച്ച് നമുക്ക് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റിങ്സ് മാറ്റി കൊടുക്കാം. ഫോൾഡർ അനുസരിച്ച് അത് മാറ്റി കൊടുക്കാം. എങ്ങനെയാണ് ലേ ഔട്ട് വേണ്ടത് അതും മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ പഴയ വീഡിയോ, പുതിയ വീഡിയോ, ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. അതനുസരിച്ച് അതും നമുക്ക് മാറ്റാം. പഴയ വീഡിയോസിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ ന്യൂവസ്റ്റ് പോകണമെങ്കിൽ ഫീൽഡ് ഉണ്ട്. ഫീൽഡിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ തമ്പനെയിൽ, അതുപോലെ ലെങ്ത്ത്, ഫയൽ എക്സ്റ്റൻഷൻ, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് വരും. പിന്നെ ഈ ഹിഡൻ ഫയൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഹിഡൻ ആയിട്ടുള്ള ഫയൽസും നമുക്ക് ഈ ഒരു MX പ്ലെയറിൽ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ടൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരത്തെ ആ ഒരു ലിസ്റ്റ് എന്നുള്ള രീതിയിൽ മാറി ഇപ്പോൾ ഗ്രിഡ് രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഫോൾഡറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ആ ഒരു ഫോൾഡർ ഫോളോ ചെയ്തിട്ട് ഏത് ഫോൾഡറിലാണ് നമുക്ക് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ സെപ്പറേറ്റ് ഫോൾഡർ ആയതുകൊണ്ട് നമുക്കത് ആ ഒരു സ്പെസിഫിക് ഫോൾഡർ വഴി തന്നെ നമുക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ വാട്സപ്പാണെങ്കിൽ വാട്സാപ്പിൻ്റെ ഒരു ഫോൾഡറിലേക്ക് പോകും, ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ടെലഗ്രാമാണെങ്കിൽ അതിൽ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫോൾഡറിലേക്ക് പോകും. അങ്ങനെ ഫോൾഡറായിട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇത്രയും ഓപ്ഷൻസാണ് ഇതിനകത്ത് മെയിനായിട്ട് അതിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഇവിടുത്തെ ഓപ്ഷൻ തന്നെ ഒരു ഈക്വലൈസറിൻ്റെ ഒരു ഓപ്ഷനാണ്. അതിനകത്ത് നമുക്കിവിടെ ആ ഒരു വോളിയം, ആ ഡെസിബൽ, അതിൽ ഹെഡ്സ് എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് സ്പീഡ് 1x സ്പീഡാണോ 2x സ്പീഡാണോ 3x ആണോ അതുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ഫോട്ടോ പോലെ വേണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമ്മുടെ മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് പ്ലേ ബാക്ക് മ്യൂസിക് വേണമെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്കത് ഇനേബിളും ഡിസേബിൾ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പ്ലേ ബാക്ക് ഇനേബിൾഡ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഓഫ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവില്ല. പിന്നീട് നമുക്കിവിടെ റൊട്ടേഷൻ വരുന്നുണ്ട്. റൊട്ടേഷൻ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കാണാനായിട്ട് സാധിക്കും റൊട്ടേറ്റ് ആയത്. ആ ഒരു ഓപ്ഷൻ വഴി നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. പിന്നീട് ഇവിടുത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് നൈറ്റ് മോഡാണ്. നൈറ്റ് മോഡ് ഇട്ടാൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു തീമിലേക്ക് വരും. പിന്നെ ഒരു പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് അതിൽ വരുന്നുണ്ട്. സബ് ടൈറ്റിൽ, ഓഡിയോ ട്രാക്ക്, കാര്യങ്ങൾ, സൂം, അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. അത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ആയിക്കോളും. പിന്നീട് വരുന്നത് നമുക്ക് അതിനകത്ത് വരുന്ന കസ്റ്റമൈസ് ഓപ്ഷൻ, ഷഫിൾ, ലൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഷഫിൾ എന്ന് പറഞ്ഞാൽ വീഡിയോ ഷഫിളായി പ്ലേ ആവും. പിന്നെ ലൂപ്പ് ഉണ്ട്. അത് കണ്ടിന്യൂസ് ഒരേ വീഡിയോ തന്നെ വീണ്ടും പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് മ്യൂട്ട് ചെയ്യാനുള്ളതാണ്. മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ, അതിൽ നമുക്ക് വീഡിയോ മ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ അൺമ്യൂട്ട് ചെയ്യാം. സ്ലീപ്പ് ടൈമർ ഉണ്ട്. നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ടൈമർ വർക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എത്ര മണിക്കൂറിലാണോ നമുക്ക് ഇത് ഓഫ് ആവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് പോകേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ ആ ഒരു നെയിമിൻ്റെ അവിടെയായിട്ട് HW എന്ന് കാണാൻ സാധിക്കും. അത് ഒരു ഡീകോഡിങ് ഓപ്ഷനാണ്. HW+, പിന്നെ SW, അങ്ങനെ 3 ഡീകോഡിങ് ഓപ്ഷനുണ്ട്. ചില സമയത്ത് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്കൊരു ഓഡിയോ മാത്രമായിരിക്കും നമ്മുടെ വീഡിയോയിൽ വരിക. അപ്പോൾ നമുക്ക് ഈ ഡീകോഡർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇതിനകത്ത് പ്ലേ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ കാണാൻ പറ്റാത്ത രീതിയിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ പോയി ഇത് മാറ്റി കൊടുത്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഓഡിയോൻ്റെ ഒപ്പം തന്നെ വീഡിയോയും പ്ലേ ആവും. ചില സമയത്ത് വീഡിയോ പ്ലേ ആവാത്ത ചില വീഡിയോസ് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ മാറ്റി കൊടുത്താൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും സെറ്റിങ്സ് വരുന്നുണ്ട് ഇവിടെ. ഓഡിയോ ട്രാക്ക്, പിന്നെ സബ് ടൈറ്റിൽ, ആസ്പെക്ട് റേഷ്യോ, സ്പീഡ്, ഡിസ്പ്ലേ സെറ്റിങ്സിൻ്റെ സ്റ്റൈൽ, സ്ക്രീന് കൺട്രോൾ, അങ്ങനെ ഫ്രെയിം കൺട്രോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്, നെറ്റ്വർക്ക് സ്ട്രീം, ഷെയർ ചെയ്യാനുള്ള ബട്ടൺ. നമുക്ക് ഈ ഒരു വീഡിയോ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് താഴെ എനേബിളായി വരും.
ഏത് രീതിയിലാണ് ഷെയർ ചെയ്യേണ്ടത്, ബ്ലൂടൂത്ത് ആണോ, മെസ്സേജ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ക്വിക്ക് ഷെയർ ആണോ, എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് വരുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ നമുക്കിത് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ലോക്കിൻ്റെ ഒരു ബട്ടൺ കാണിക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ വീഡിയോ ലോക്കാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അറിയാണ്ട് കൈയൊക്കെ ടച്ച് ചെയ്താൽ അത് വീഡിയോ സ്റ്റക്ക് ആവില്ല. വീഡിയോ പൗസ് ആവാതെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കും. പ്ലേ ബട്ടൺ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോൻ്റെ ഓപ്ഷനകത്ത് വരുന്നുണ്ട്. ആസ്പെക്ട് റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ആ ഒരു വീഡിയോ ഏത് ലേഔട്ടിൽ വേണം, 100% ഫിറ്റ് ടു സ്ക്രീന്, സ്ട്രെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ 4-5 രീതിയിൽ ഒരു വീഡിയോ വരും. പിന്നെ അടുത്ത വരുന്ന ഓപ്ഷൻ എനേബിൾ PIP മോഡ് എന്നാണ്. MX പ്ലെയർ നിങ്ങളുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാമെന്നുള്ള ഡിസ്പ്ലേ ഓവർ ദ അതർ ആപ്സ് എന്നാണ് കാണിക്കുന്നത്. അത് അലോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വീഡിയോ നമുക്ക് വേറെ ആപ്പിൻ്റെ മുകളിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണമെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ഓഡിയോ കാര്യങ്ങളെല്ലാം കാണാം. നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ ഓഡിയോ ട്രാക്ക് വേണമെന്നാണ് കാണാം. പിന്നെ അത് മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഡിസേബിൾ കൊടുത്താൽ മതി. നമുക്ക് ഒരു സബ് ടൈറ്റിൽ നിന്നുള്ള ഓപ്ഷനാണ് കേട്ടോ. സബ് ടൈറ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച സബ് ടൈറ്റിൽ വേണമെങ്കിൽ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. നമുക്ക് ഗൂഗിളിൽ പോയിട്ട് സബ് ടൈറ്റിലൊക്കെ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു മലയാളത്തിലുള്ള സബ് ടൈറ്റിൽ കാണണമെന്നുണ്ടെങ്കിൽ അതൊരു മൂവിയിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി, സബ് ടൈറ്റിലിൻ്റെ ഓപ്ഷൻ വഴി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇവിടെ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ സെറ്റിങ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അതിനകത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ റൊട്ടേഷൻ, ബാക്ക്ഗ്രൗണ്ട് പ്ലേ, മ്യൂട്ട്, ഈക്വലൈസർ, A&B റിപ്പീറ്റ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, സ്ലീപ്പ് ടൈമർ, നൈറ്റ് മോഡ്, സ്ക്രീൻഷോട്ട്, ഇതെല്ലാം നമുക്ക് ഷോർട്ട് കട്ട് ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. മെയിനായിട്ട് വരുന്ന ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഹൈലൈറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു MX പ്ലെയർ ആണത്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളത് പോസ് ചെയ്തിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ചു, സെൻറ്റർ ബട്ടൺ അടിച്ച് നമ്മൾ എക്സിറ്റ് അടിച്ചു, ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുക. പിന്നീട് നമുക്ക് ആ ഒരു വീഡിയോ നമ്മൾ ആ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു പ്ലേസിൽ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും നമ്മൾ എവിടെയാണോ ആ ഒരു വീഡിയോ നിർത്തിയത്, ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയാണോ നമ്മൾ ആ സിനിമ നിർത്തിയത് അവിടെ നിന്ന് മുതൽ വീണ്ടും ആ ഒരു വീഡിയോ കണ്ടിന്യൂ ആയിട്ട് പ്ലേ ആയിക്കോളും. അതിനാണ് ഈ ഒരു ക്വിക്കായിട്ടുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയധികം ഫീച്ചേഴ്സ് കൂടെ വരുന്നുണ്ട്. ഡൗൺലോഡ്സ്, ഫയൽ ട്രാൻസ്ഫർ, പിന്നെ പ്രൈവറ്റ് ഫോൾഡർ, നമ്മൾ ഇത് ആദ്യം പറഞ്ഞാണ്. അതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിൻ്റെ തീം നമുക്കിവിടെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം, കളർ മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നൈറ്റ് മോഡൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ വളരെയധികം ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ലിസ്റ്റിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ ലാസ്റ്റ്, മീഡിയ, ഈച്ച്, ഓൾഡർ, നിങ്ങൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുക. കാരണം നമുക്ക് എല്ലാം ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ 1 by 1 ആയിട്ട് ടൈമുള്ള സമയത്ത് ജസ്റ്റ് ആ സെറ്റിങ്സിലൊന്ന് പോയിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സെറ്റിങ്സാണ് നമുക്ക് മാറ്റാൻ പറ്റിയത്. സ്ക്രീനിൻ്റെ റൊട്ടേഷൻ, സ്ക്രീൻ റിമൈനിങ് ടൈം, കീപ് സ്ക്രീൻ ഓൺ, ഇങ്ങനെയുള്ള ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയധികം ഓപ്ഷൻസ് നമുക്കിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ 1 by 1 നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക, ആവശ്യമില്ലാത്തത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അൺടിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഓപ്ഷൻ മാറ്റിക്കോളും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ പ്ലേ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഇവിടെ ഓഡിയോ സബ് ടൈറ്റിൽ, ജനറൽ, അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട്. ജനറലായിട്ട് സെറ്റിങ്സ്, അങ്ങനെ കുറേ മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സബ് ടൈറ്റിലിൻ്റെ കാര്യങ്ങൾ, പിന്നെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ആക്ടിവിറ്റി, റെക്കോർഡ്സ്, ഫയൽ, അങ്ങനെയുള്ള സെറ്റിങ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മലയാളമൊക്കെ വരുന്നുണ്ട്. മലയാളം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെറ്റ് ഓണാക്കി വെക്കണം. നെറ്റ് ഓണാക്കി വെച്ചാലാണ് അത് ഡൗൺലോഡ് ആവുള്ളൂ, ആ ഒരു ഫോണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മലയാളം സെലക്ട് ചെയ്തിട്ട് നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കോളൂ. ഒരു 600 KB ഫയലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയുള്ളൂ നമുക്ക് ഈ ഒരു ആപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആപ്പിനെ പറ്റിയുള്ള അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.